ഞാൻ രാവിലെ കൊണ്ടുവന്ന് എൻ്റെ മോനെ നമ്മുടെ ഇവിടെ ആക്കി, നമ്മളെ എന്തുവാ ട്യൂട്ടോറിലാക്കിയില്ലേ ഞാൻ, അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ വൈകിട്ട് ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. സ്കൂളിൽ പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആൾക്കാർ വിളിക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ്. എനിക്ക് അത്ര അറിയത്തുള്ളൂ, എനിക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല. ആ ഹൂളിൻ്റെ അനാസ്ഥ എന്തോ കാര്യങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് 2 മക്കളാണ്. ഇളയാളുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മേശിരി പണിയാണ്. കുട്ടികളുടെ അമ്മ ഇവിടെ ഇല്ല. പണിയില്ലായിരുന്നു. അപ്പം ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെ എന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരുന്നതാണ്. എനിക്ക് അത്ര അറിയത്തുള്ളൂ. വെള്ളം പോയിട്ട് 3 മാസമല്ല. ഇത്രയും നാൾ കൊണ്ട്, എത്ര നാൾ കൊണ്ടേ പഞ്ചായത്ത് അപേക്ഷ കൊടുക്കുന്നേ, ഒരു കിടക്കാടം പോലില്ലാണ്ട് ഇതിനകത്ത് ആർപ്പ് വരച്ചിട്ട് ഇതെല്ലാം ഒഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ നേരത്തെ വീണതാണ്. എന്നിട്ട് പോയി സഹായിക്കാൻ 1ഉം 2ഉം വീട് കിട്ടിയവർ കൂടെ സഹായിക്കാൻ ഇഷ്ടം പോലെ പഞ്ചായത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ ഇതിനെപ്പറ്റി എനിക്ക് വിളിച്ചിട്ടോ എനിക്കൊരു കാരണം എന്തെന്ന്, എൻ്റെ കുഞ്ഞ് ചുവേന്നില്ല, ആഹാരം പോലും കഴിച്ച കുഞ്ഞല്ല. നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ സ്ഥിതി ജീവിക്കുന്ന ഒരു കുഞ്ഞായത്. അങ്ങനെ തള്ള പോയത്. പോയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അപ്പൂപ്പനാണ്. എൻ്റെ അനിയൻ്റെ മോൻ്റെ മോനാണ്. വീട്ടിൽ ഗതികേട് കൊണ്ട് കയറി പോയതാണ്. അപ്പോൾ മനസ്സില്ലാത്തതായിരുന്നു. കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കും, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം പറഞ്ഞു കയറി പോയതാണ്. അങ്ങനെ സംഭവിച്ചത്. അവളങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. വീട്ടിൽ ജോലിക്ക് പോയത് എത്ര വർഷം കൊണ്ട് അപേക്ഷ കൊടുക്കുന്നറിയോ. ഒത്തുവയ്ക്കുന്ന സഹായം ഒരു കാര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ ഈ പഞ്ചായത്ത് 1ഉം 2ഉം വീട് കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. നാളെ ഒരേ കുട്ടികൾക്ക് ഇതേവരെ വരുത്തരുത്. കാരണം സ്കൂളിൽ വിടുന്നപ്പോഴല്ലോ, കാരണം നമ്മൾ ഓരോ സ്കൂളിൽ വിടുന്നതാണ്. എന്താ ഓരോ സ്കൂളിൽ വിടുമ്പം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. എന്താ സംഭവിച്ചാൽ കേട്ടോ നിങ്ങൾ പറയണം. ആരാ പറയണ്ടേ? ഞങ്ങൾ പറയണം. എൻ്റെ ഓരോ കുട്ടികളെ വിടുമ്പോഴല്ലോ സ്കൂളിൽ അധികാരമാണ് പറയണ്ടേ.